ഞങ്ങൾ ശ്രീ എം പി രാജേഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ വ്യവസായം വരുന്നതിനെതിരാണ്, കേരളത്തിൻ്റെ വികസനത്തിന് സഹായകരമാവുന്നതാണ് മദ്യക്കമ്പനി അടക്കമുള്ള വ്യവസായങ്ങൾ വരുന്നത്. ഞങ്ങൾ എഗ്രി ചെയ്യുന്നു, ഇവിടെ വ്യവസായങ്ങൾ വരണം. കേന്ദ്ര സർക്കാർ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ പാലക്കാട്. ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ദിനംപ്രതി ആവശ്യമുള്ള 15 ദശലക്ഷം ലിറ്റർ വെള്ളം എവിടുന്ന് കൊടുക്കുന്നത് ശ്രീ എം പി രാജേഷ് വ്യക്തമാക്കാൻ തയ്യാറാവണം. മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ മലമ്പുഴയുടെ വെള്ളം കൊടുക്കുന്നതാണ് പറയുന്നത്, അത് കിൻഫ്രയുടെ നിന്നുള്ള വെള്ളം കൊടുക്കുന്നതാണ് പറയുന്നത്. കിൻഫ്രയ്ക്ക് അനുവദിച്ച വെള്ളത്തിൻ്റെ 3.5 ദശലക്ഷം ലിറ്റർ വെള്ളം ഇപ്പോൾ ഓൾറെഡി കിൻഫ്ര ഉപയോഗിക്കുന്നുണ്ട് ദിനംപ്രതി. ഇനി കിൻഫ്രയ്ക്ക് ഉള്ള പുതിയ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിൻഫ്രയുടെ ഇൻഡസ്ട്രിയൽ പാർക്കിൽ അവിടേക്കുള്ള കമ്പനികൾക്ക് വെള്ളം കൊടുക്കാനാണ് കിൻഫ്ര ഈ 10 ദശലക്ഷം ലിറ്റർ വെള്ളം പറഞ്ഞിരിക്കുന്നത്. ഇത് കിൻഫ്രയുടെ പാർക്കിനകത്ത് വരുന്ന കമ്പനിയല്ല. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായിട്ട് വരുന്ന വെള്ളം അഡീഷണലായിട്ട് 15 ദശലക്ഷം ലിറ്റർ. ഈ വെള്ളം എവിടുന്ന് കൊടുക്കും? കേരളത്തിൻ്റെയും പാലക്കാടിൻ്റെയും മുഖച്ഛായ മാറ്റുന്നതാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്ന സമയത്ത് അതിന് വെള്ളം കൊടുക്കാനുള്ള നടപടികളും അതിനുള്ള സോഴ്സും കണ്ടെത്താതെ ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രം വാദിക്കുന്ന ആളായിട്ട് ശ്രീ എം പി രാജേഷ് മാറിയിരിക്കുക. എം പി രാജേഷ് പറഞ്ഞു മഴവെള്ള സംഭരണി ഇവിടെ മഴനിഴൽ പ്രദേശമാണ് കിഴക്കൻ മേഖല പാലക്കാടിൻ്റെ. അവിടെ മഴവെള്ള സംഭരണി പ്രായോഗികമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അത് തെറ്റാണെന്ന് തെളിഞ്ഞുവല്ലോ അഹല്യ ക്യാമ്പസിൽ. ഞങ്ങൾ ശരിവെക്കുന്നു. മഴവെള്ള സംഭരണി കിഴക്കൻ മേഖല മഴനിഴൽ പ്രദേശമാണെങ്കിലും മഴവെള്ള സംഭരണി അഹല്യ ക്യാമ്പസിൽ നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് വടകരപ്പതിയും എരുത്തേമ്പതിയും പോലെയുള്ള കിഴക്കൻ മേഖലയിൽ ഈ മഴവെള്ള സംഭരണി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് നിർമ്മിപ്പിച്ച് അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ഒരു പദ്ധതി പോലും കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ശ്രീ എം പി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുണ്ടോ? മദ്യക്കമ്പനിയുടെ മഴവെള്ള സംഭരണിയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന മന്ത്രി സ്വന്തം വകുപ്പിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വകുപ്പിനെ കൊണ്ട് ആ കിഴക്കൻ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള മഴവെള്ള സംഭരണികൾ, യഥേഷ്ടം മഴ കിട്ടുന്നതാണല്ലോ പറയുന്നത്, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കിയാൽ ആ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുമല്ലോ. അത്തരം പദ്ധതികൾ എന്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിക്കുന്നില്ല? അപ്പോൾ മന്ത്രിക്ക് ബോധ്യമുണ്ട് ഇത് അവിടെ മഴ കുറഞ്ഞ പ്രദേശമാണ്, മഴവെള്ള സംഭരണികളിൽ നിന്നും സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, അത് പ്രായോഗികമല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള മന്ത്രി അഹല്യ ക്യാമ്പസ് സ്വന്തം നിലയിൽ കഴിഞ്ഞ 20-25 വർഷത്തെ അവരുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാക്കിയ മഴവെള്ള സംഭരണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു കമ്പനിക്ക് വേണ്ടി വാദിക്കുക. 20-22 വർഷം കൊണ്ടാണ് അവർക്ക് ഈ മഴവെള്ള സംഭരണ ഉപയോഗം കിട്ടിയിട്ടുള്ളത്. 25-ൽ പ്ലാന്റ് നിർമ്മിച്ച് 26-ൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്ന മദ്യക്കമ്പനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൽ നിന്നുള്ള മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? മന്ത്രി പറയുന്നത് പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങളെ അണിനിരത്തി കൈകാര്യം ചെയ്യുന്ന. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, മന്ത്രിക്കും പാർട്ടിക്കും കിട്ടിയ വിഹിതത്തിൻ്റെ ബലം, അതിൻ്റെ കനം എത്രയാണെന്ന് ഇപ്പോൾ പാലക്കാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ മനസ്സിലാക്കുക. കാരണം ഓയസിസ് കമ്പനിക്ക് വേണ്ടി ഗുണ്ടാപ്പണി പോലും എടുക്കാൻ ശ്രീ എം പി രാജേഷ് തയ്യാറാവുന്നു, പാർട്ടിയും തയ്യാറാവുന്നു ഉള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഞങ്ങൾ ശ്രീ എം പി രാജേഷിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഓയസിസ് കമ്പനിക്ക് വേണ്ടി പാർട്ടിയുടെ ഗുണ്ടാ ടീമിനെ ഇറക്കി ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കാൻ എലപ്പുള്ളിയിലെയും പാലക്കാട്ടിലെയും ജനങ്ങൾ തയ്യാറാവും. ശ്രീ എം പി രാജേഷ് ഈ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് അഹല്യ ക്യാമ്പസിൽ പോയതിന് പകരം ഈ പ്ലാന്റ് വരുന്ന ഓയസിസ് കമ്പനിയുടെ പദ്ധതി പ്രദേശത്തൊന്ന് പോകാൻ തയ്യാറാവണം. അവിടുത്തെ സാധാരണക്കാരായ കർഷകരെ കാണാൻ എം പി രാജേഷ് തയ്യാറാവണം. അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ എം പി രാജേഷ് തയ്യാറാവണം. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടുത്തെ 150-200ഓളം കുടുംബങ്ങളിലെ ആളുകൾ പറയുന്നത് കഴിഞ്ഞ 10-15 വർഷം മുമ്പ് കിൻഫ്രയ്ക്ക് സ്ഥലം കൊടുക്കാനായിട്ട് അക്വസിഷൻ കഴിഞ്ഞ് അവിടുന്ന് വീട് മാറി വന്ന ആളുകളാണ്. ഞങ്ങളിവിടെ വീട് വെച്ച് തുടങ്ങി ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഞങ്ങൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ ഞങ്ങളെ ഇവിടുന്ന് വീണ്ടും കുടിയൊഴിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ മദ്യക്കമ്പനി വന്നാൽ ഉണ്ടാവുക. പെപ്സി കമ്പനി അടച്ച സമയത്താണ് ഞങ്ങളുടെ കിണറുകളിൽ വെള്ളം കിട്ടാൻ തുടങ്ങിയത്. ഞങ്ങളുടെ കുഴൽ കിണറുകളിൽ വെള്ളം ലഭിക്കാൻ തുടങ്ങിയത് പെപ്സി കമ്പനി അടച്ചതിന് ശേഷമാണ്. ഇപ്പോൾ വീണ്ടും ഒരു മദ്യക്കമ്പനി ഇവിടെ വരുമ്പോൾ വലിയ ആശങ്കയിലാണ് ഞങ്ങളെന്ന്. ആ ആളുകളെ കാണാനാണ് എം പി രാജേഷ് ആദ്യം തയ്യാറാവേണ്ടത്.